സംഖ്യകൾക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഉറക്കം കെടുത്തിയിരിക്കുകയാണ് CJP. അതുപോലെ ഒരു രാഷ്ട്രീയ സംഭവ വികാസമാണല്ലോ ഇന്നലെ ഉണ്ടായത്. ഇതൊരു മന്ത്രിയുടെ രാജിയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. പേടിയായിരുന്നു എല്ലാവർക്കും. രാജ്യത്തിന്റെ അധികാരം തലക്കി പിടിച്ച് വായ തുറന്നാൽ ജാതീയത മാത്രം തുപ്പുന്ന BJPയെയും RSSനെയും നമ്മുടെ രാജ്യത്തെ അവരുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കുവാൻ കഴിയുമോ എന്നുള്ള പേടി. പക്ഷെ ആ പേടി ഇന്നലെ മാറിയിരിക്കുകയാണ്. അല്ല, മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യയിലെ തൊഴിൽ രഹിതരായ യുവാക്കളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ച് പരിഹസിച്ചു. അതിൽ നിന്നാണ് അഭിജിത് ദീപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത്. അതിപ്പോൾ എത്തി നിൽക്കുന്നത് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലും. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കുറച്ച് ചെറുപ്പക്കാർ അധികാരികൾക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ ഈ ജൻസികളൊക്കെ എന്ത് കാണിക്കാനാണ് എന്ന പുച്ഛമായിരുന്നു. എന്നാൽ ഇവരെയൊന്നും പുച്ഛിക്കേണ്ടതല്ല, പേടിക്കണമെന്ന് സംഘികൾക്ക് ഇന്നലെ വ്യക്തമായി. കഴിഞ്ഞ 12 വർഷത്തിനിടെ ജനരോഷം മൂലം ഇന്ത്യയിലുണ്ടായ ആദ്യത്തെ രാജിയാണിത്. ഇനി തീർച്ചയായും സ്വപ്നം കാണാം നാളത്തെ നല്ലൊരു ഇന്ത്യക്ക് വേണ്ടി. നിലവിലെ സർക്കാരിനെ വേരോടെ പിഴുതെറിയാൻ പാകത്തിനുള്ള യുവത്വങ്ങൾ ഇവിടെയുണ്ട്.